യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുവായിരുന്നില്ലേ ഭാര്യയും ഭർത്താവും കൂടി? എന്താടി എന്താ മിണ്ടരുത് നീ? നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് പറഞ്ഞോ എന്നെ തല്ലരുതെന്ന്? അല്ലെങ്കിൽ എന്നെ തല്ലിയെന്ന് ചോദ്യം ചെയ്തു ആരെങ്കിലും? ഇല്ലല്ലോ. പിന്നെ നിർത്ത്, നിന്റെ സംസാരം അതിരി വിടുന്നു. എടാ, വീട്ടിൽ വരുന്നവരെ അവമാനിക്കുന്ന മര്യാദയല്ല. പ്രായത്തിന് മൂത്തവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്കറിയില്ലേ? നിങ്ങൾ മിണ്ടരുത് കേട്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അഭിപ്രായം പറയാനും വരരുത്. ഞാൻ സംസാരിക്കുന്നത് ഇവരോടാ. ഈ കാര്യത്തിൽ കൂടുതൽ സംസാരം വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് കൂടുതൽ ഉപദേശവും ഇങ്ങോട്ടേക്ക് വേണ്ട കേട്ടല്ലോ. നമുക്കേ ഇറങ്ങാം മോളെ. അത് ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങുന്നു. ശരി. അങ്കിള് എന്നോട് ക്ഷമിക്കണം. ഇവിടെ സംഭവിച്ചു പോയതിനെല്ലാം വിനയേട്ടന് വേണ്ടി അങ്കിളിനോട് ഞാൻ മാപ്പ് ചോദിക്കും. ഒന്നും മനസ്സിൽ വെക്കരുത്. എന്താ മോളെ, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ദേ ഇവിടെ നടന്നൊന്നും വീട്ടിൽ ആരും അറിയരുത്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ മറന്നേക്കണം കേട്ടല്ലോ. മോള് വിഷമിക്കാതെ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെ തളരാതെ മുന്നോട്ട് പോണം. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. ഇവളെ കരയാണോ? ശരി ശരി മോളെ. അമ്പിളി, കുടിക്കാൻ കുറച്ച് വെള്ളം താ. ചായ ഉണ്ട്, എടുക്കട്ടെ? ആ, ചായ എടുത്തോ. അമ്മ ചായ കുടിച്ചോ? ആ, ഞങ്ങൾ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അമ്മാവൻ പോയിട്ടെന്തായി? എല്ലാരും ക്ഷണിച്ചോ? ആ, കാണേണ്ടവരെയൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിലാരൊക്കെ വരും? അതെനിക്കെങ്ങനെ പറയാൻ കഴിയും? എന്റെ കടമ ഞാൻ ചെയ്തു രഘു. ഇന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട് കാണും. നമ്മളോടൊന്നും അച്ഛൻ വിട്ട് പറയില്ലല്ലോ. ഞാനും മഞ്ചാടി ഇത്രയും നേരം ആ വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. അമ്മാവനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ മുഖം കണ്ടാലറിയാം. അവിടെ അത്ര നല്ല സ്വീകരണമല്ല അമ്മാവന് കിട്ടിയെന്ന്. എന്നെ ആരും സ്വീകരിക്കണ്ട രഘു, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ തുടക്കത്തിൽ അവഗണിക്കപ്പെട്ടാലും അവസാന നിമിഷം എല്ലാ തടസ്സങ്ങളും നീങ്ങി ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെ പോലെ എല്ലാം നടക്കാറുണ്ട്. ഇനി അമ്മാവനൊന്നും പറയണ്ട. ഇന്ദ്രന്റെ അമ്മ മാത്രമല്ല, വിനയനും അമ്മാവനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ലക്ഷണമുണ്ട്. അവന്റെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ടാവില്ലേ രഘു? അത് അവനും ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണ്ടേ? എല്ലാവരുടെ ന്യായവും അന്യായവും പരാതിയും പ്രതിഷേധവും ഒക്കെ ഏറ്റുവാങ്ങാന്നുള്ളത് അച്ഛന്റെ തലയിലെഴുത്താണോ? എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെ അമ്പിളി? എന്റെ മക്കളുടെ ബന്ധുക്കളല്ലേ, അല്ലാതെ അന്യരൊന്നും അല്ലല്ലോ. അവർക്ക് ഓരോരുത്തർക്കും ഞാൻ മാത്രമാണ് ബന്ധു. എനിക്ക് പക്ഷേ അവരെല്ലാവരും ബന്ധുക്കളും. അവർക്കൊക്കെ എന്നോട് പറയാനുള്ളത് എന്നോട് തന്നെ പറയണ്ടേ? അത് ഞാനല്ലാതെ വേറെ ആര് കേൾക്കും? 5 പെൺമക്കളുണ്ടായിപ്പോയതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാ അച്ഛൻ ശരിക്കും അറിയുന്നത്. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഇന്നുവരെ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതായി നിങ്ങക്ക് തോന്നുന്നതായിരിക്കും. എന്തായാലും അച്ഛൻ 4 പെൺമക്കളുടെ ബന്ധുക്കളെ സഹിച്ചാ മതി. എന്നെ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കണ്ട അച്ഛാ. എന്റെ ചേച്ചിമാരെ പോലെ വല്ലവരുടെയും കീഴില് അടിമയെ പോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാ ഭർത്താക്കന്മാരും ഒരേപോലെയാന്ന് കരുതണ്ട മഞ്ചാടി. നിന്റെ അമ്പിളി ചേച്ചി ഇവിടെ എന്നെ ഭരിച്ചോണ്ടല്ലേ ജീവിക്കുന്നത്.
മഞ്ചാടിക്ക് വേണ്ടി നമുക്ക് അമ്മായി അമ്മ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ചെറുക്കനെ ആലോചിക്കാം അമ്മാവ. അതാവുമ്പോ വലിയ ശല്യം ഉണ്ടാവില്ല. എന്തായാലും നിന്നെ കൂടി നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് തന്നെയാ അച്ഛന്റെ ആഗ്രഹം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. എന്നാലും പരസ്പരം കൈപിടിച്ച് നടക്കാൻ ഒരാള് വേണം. അങ്ങനെ ഒരു കയ്യിൽ നിന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിനൊരിക്കലും സ്വസ്ഥത കിട്ടില്ല. ഇന്ദ്രേട്ടാ, നാളെയാ വളകാപ്പ് ചടങ്ങ്. നമുക്ക് പോവാൻ പറ്റുമോ? എന്താ, നമ്മൾ ഉറപ്പായിട്ടും പോവും. അല്ലേ, നിനക്കെന്താ ഒരു സംശയം പോലെ? അല്ല, ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. അമ്മ ഓരോ ദേഷ്യത്തിനും ഓരോന്ന് പറയും. ദേഷ്യം തണുക്കുമ്പോ ആദ്യം പറഞ്ഞത് അമ്മ തന്നെ ഒന്നുകിൽ തിരുത്തും, അല്ലെങ്കിൽ അങ്ങ് മറക്കും. എനിക്ക് നിന്നോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ, നീയായിട്ട് ഓരോന്ന് മനസ്സിൽ കണക്കൂട്ടി വെച്ച് അമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്. അത് കൂടുതൽ അപകടം. അപ്പോ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാൻ ഓരോന്ന് കണക്കൂട്ടി പെരുമാറുന്നോണ്ടാണെന്നാണോ ഇന്ദ്രേട്ടൻ പറഞ്ഞു വരുന്നേ? അനു, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നിനക്കും എന്നെ മനസ്സിലാവുന്നില്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പിന്നെ ഇവിടെ ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുറ്റമല്ലേ ഇന്ദ്രേട്ടാ? എനിക്കത് അറിയാലോ. അതുകൊണ്ടാ പറയുന്നേ, നീ സൂക്ഷിച്ചിരുന്നോളണമെന്ന്. അമ്മയ്ക്കിപ്പോ എത്ര വയസ്സായി? പ്രായം കൂടുന്തോറും അമ്മയുടെ വാശിയും ദേഷ്യം കൂടി വരികയാണ്. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചാലൊന്നും അമ്മയെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളെന്താ ചെയ്യാ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് വേണ്ടി നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഞാൻ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്യാതെയാണോ ഇന്ദ്രേട്ട മുന്നോട്ട് പോയത്? അല്ല, ഇതുവരെ നീ പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നിനക്കൊരല്പം ക്ഷമക്കുറവുണ്ട്. അതൊന്ന് മാറ്റിപ്പിടിച്ചാ തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവാം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അപ്പോ ദയയുടെ വളകാപ്പ് ചടങ്ങിന് നമ്മൾ എന്തായാലും പോവല്ലോ അല്ലേ? ഉറപ്പായും നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് പോയിരിക്കും. അല്ലട ചക്കരെ, നമുക്ക് പോണ്ടേ? പോയിട്ട് വരട്ടെ ചക്കരെ. ശരിയണ്ടല്ലേ? വൈകിട്ട് വേഗം വരണേ. പോട്ടേ, പെട്ടെന്ന് വരാട്ടോ. അച്ഛൻ പോവാണോ? അച്ഛന് ടാറ്റ കൊടുത്തോ വെച്ചുട്ടൻ? നമുക്ക് വൈകിട്ട് അച്ഛൻ വന്നിട്ട് ടാറ്റ പോവണ്ടേ? അവിടെ കുഞ്ഞമ്മയെ കാണണം, ചീരക്കുഞ്ഞമ്മയുടെ വാവകളെ കാണണ്ടേ, അവരുടെ കൂടെ കളിക്കണ്ടേ? നമുക്ക് വേഗം കുളിച്ച് സുന്ദരനായി ഉടുപ്പിടാവേ. ബാ. മഞ്ചടി, എന്താ ചേച്ചി? അത് നിന്നോടൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ ചേച്ചി? എന്താണെങ്കിലും ചോദിച്ചോ. നീ തിരിച്ച് ബസ്സിലല്ലേ വരുന്നത്? അതെ. നീ ബസ്സിൽ വന്നിട്ട് എവിടെ ഇറങ്ങുന്നേ? അതെന്താ ചേച്ചിക്ക് അറിയാത്ത പോലെ? ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങും. അതെ. എന്നിട്ട് നീ ഇങ്ങോട്ട് നടന്നു വരുവോ? പിന്നല്ലാതെ ഞാനെങ്ങനെ വരാനാ? അതല്ലടി, ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാ, നീ ഒറ്റയ്ക്ക് വരുവോ അതോ ആരോടെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് നടന്നു വരുവോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വരുമ്പോ വർത്താനം പറഞ്ഞു വരാൻ ആരും ഇല്ലല്ലോ ചേച്ചി. എന്റെ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോ ഇന്ദ്രേട്ടൻ അതിന് സമയം കണ്ടെത്താതെ ഭാര്യയുടെ അനിയത്തിയുടെ വളകാപ്പിന് പോയേ പറ്റൂന്നാ പറയുന്നേ. എന്താ ഇന്ദ്രേട്ടന് പറ്റിയേ?
എല്ലാത്തിനും കാരണം അവളാ മോളെ, വേറെ ആരുമല്ല. അവൾ ഒറ്റ ഒരുത്തിയാ ഇന്ദ്രനെ സത്തിനെയും നമുക്കെതിരെ തിരിക്കുന്നത്. അതെങ്ങനെയാ അമ്മേ? വേറൊരാള് വിചാരിച്ച അവരുടെ മനസ്സിൽ അമ്മയോടും അനിയത്തിയോടുള്ള സ്നേഹം എങ്ങനെ കുറഞ്ഞു പോകുന്നത്? അതേ, അവള് കൈവശം കൊടുത്തു കാണും മോളെ. ഏത് ബന്ധവും കൈവശം കൊടുത്ത് ഇല്ലാതാക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഇന്ദ്രേട്ടനും സത്യേട്ടനും നമ്മളെ പൂർണ്ണമായി അകറ്റി നിർത്തുമെന്നാണോ അമ്മ പറയുന്നത്? അങ്ങനെ സംഭവിച്ചാ നമ്മൾ എങ്ങനെ ജീവിക്കും അമ്മേ? എന്റെ ഏട്ടന്മാർ എന്നെ കൈവിട്ട ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും അമ്മേ? നീ എന്തിനാ മോളെ സങ്കടപ്പെടുന്നേ? ഈ അമ്മ ജീവിച്ചിരിക്കുന്നതുവരെ നിന്റെ കുഞ്ഞിനും നിനക്കും ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവും വരില്ല. നിന്നെ ചവിട്ടിത്താഴ്ത്താൻ ഈ അമ്മ ആരെയും സമ്മതിക്കില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരുടെ കൈവശവും നമുക്ക് കേക്കില്ല. ഓ, അവളുടെ അഹങ്കാരം കണ്ടോ? നീ കരയുന്ന കണ്ടിട്ട് ഒരു വാക്കെങ്കിലും അവള് ചോദിച്ചോ? എന്ത് ചോദിക്കാനാ അമ്മേ? മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. സോനെ മോളെ, മോളെ, ഇനി പാല് കുടിച്ചിട്ടിരുന്ന് ആലോചിക്ക്. അയ്യോ, ശബരേട്ടൻ പോയി പാല് കാച്ചി കൊണ്ടുവന്നോ? ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പോയി എടുക്കാന്ന് വിചാരിച്ചിരുന്നതാ. ഞാൻ നോക്കിയപ്പോ നീ വലിയ ചിന്തയിലാണ്. വളകാപ്പല്ലേ, അതിന്റെ ടെൻഷനായിട്ടുള്ള ആലോചനയായിരിക്കും ശല്യം ചെയ്യണ്ട എന്ന് കരുതി ഞാൻ തന്നെ പോയി കുങ്കുമപ്പൂവിട്ട് പാലും തിളപ്പിച്ച് ഇങ്ങ് കൊണ്ടുവന്നു. ഇതാ കുടിക്ക്. വളകാപ്പ് കഴിഞ്ഞു പോയിട്ട് നീ വേഗം തിരിച്ചു വരണം കേട്ടോ. അതെങ്ങനെയാ? വളകാപ്പ് എന്നെ ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ചടങ്ങാ, അല്ലാതെ പ്രസവമല്ല. അതിന് ഇനിയും 2-3 മാസം കൂടി എടുക്കും. അങ്ങനെ പ്രസവം കഴിഞ്ഞ് 3-4 മാസത്തെ റെസ്റ്റ് കൂടി കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയക്കും. ആ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. 4-2-6 മാസം ഞാൻ എങ്ങനെ നിന്നെ കാണാതിരിക്കും? ഒരു കാര്യം ചെയ്യാം, ഞാനും രഘുവേട്ടന്റെ വീട്ടിൽ വന്ന് സെറ്റാവാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അയ്യേ, എന്നിട്ട് വേണം നാട്ടുകാർ കളിയാക്കാൻ. പിന്നെന്ത് ചെയ്യും? അതൊക്കെ തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നെ. ശബരേട്ടനെ കാണാതെ എനിക്കും ഒരുപാട് നാളൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. പ്രസവം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കാം. അത് നല്ല കാര്യമാ. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി നോക്കാം. അല്ലാതെ ശരിയാവില്ല. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കും. നീ ഉറങ്ങില്ല അമ്പിളി? ഇല്ല. എന്താ? ഉറക്കം വന്നില്ല. എന്തുപറ്റി? എന്തെങ്കിലും വയ്യായി കണ്ടോ? അതല്ല രഘുവേട്ടാ, മനസ്സിനൊരു സമാധാനവും ഇല്ല. അതെന്താ? നീ ചീരുവിന്റെ കാര്യം ഓർത്തിട്ട് കടന്നാണോ? അത് മാത്രമല്ല, പിന്നെ മഞ്ചാടിയുടെ കാര്യം ഓർത്ത് ഒരു ടെൻഷൻ.
മഞ്ചാടിയോ? അവൾക്ക് എന്ത് പറ്റി? അവളിന്ന് കോളേജ് വിട്ട് വന്നത് ഏത് സമയത്താന്ന് രഘുവേട്ടൻ കണ്ടില്ലേ? അതിന്റെ കാരണം അവള് പറഞ്ഞില്ല അമ്പിളി. രഘുവേട്ടൻ അത് വിശ്വസിച്ചോ? പിന്നെ വിശ്വസിക്കാതെ. എടി, നമ്മുടെ കൊച്ചല്ലേ അവള്, നമ്മളോട് അവള് നുണ പറയോ? നമ്മുടെ സ്വന്തം ആയതുകൊണ്ടും നമുക്ക് അവളോട് സ്നേഹമുള്ളത് കൊണ്ടും അവൾ ഒരിക്കലും നമ്മളോട് നുണ പറയില്ലെന്ന് നമ്മൾ കരുതും. പക്ഷെ അവളുടെ പ്രായം അവളെ കൊണ്ട് ചിലപ്പോ നുണ പറയിപ്പിക്കും. പിന്നെ മറ്റു വല്ലവരുടെയും സ്വാധീനത്തിൽ നുണ പറഞ്ഞാലോ? നീ എന്താ അമ്പിളി പറഞ്ഞു വരുന്നത്? മനുഷ്യന് ടെൻഷനാക്കാത്ത കാര്യം എന്താന്ന് തെളിച്ചു പറ. എനിക്കെന്തോ ഇന്ന് മഞ്ചാടി പറഞ്ഞത് അത്ര വിശ്വാസമായിട്ടില്ല. നീ എന്നെ ഓരോന്ന് പറയുന്ന പോലെ മഞ്ചാടിയും പറയാൻ തുടങ്ങിയോ? അമ്മാവന് പോലും അവള് പറയുന്ന വിശ്വാസമാ. എനിക്കും അവള് വിശ്വാസമാ. മഞ്ചാടി ഒരിക്കലും തെറ്റായ വഴിക്ക് പോയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എനിക്കും ഉണ്ട്. പക്ഷേ വേറെ ആരെങ്കിലും വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലോ? അതാ എന്റെ പേടി. അങ്ങനെ തോന്നാനുള്ള എന്റെ കാരണവും ഞാൻ ചോദിച്ചേ. അത് നമ്മുടെ പ്രമീള ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോകുലും മഞ്ചാടിയും ഇപ്പോ നല്ല സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളോ? അതെ, അവര് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. ഒരു ദിവസം വഴിയിലൂടെ അവര് സംസാരിച്ചു വരുന്നത് ഞാൻ കണ്ടല്ലേ. അവരെ ഒരുമിച്ച് കണ്ട കാര്യം വീട്ടിലാരോടും പറയരുതെന്ന് അവളെന്നോട് പറയുകയും ചെയ്തു. ഗോകുലിന്റെ കാര്യം കേട്ടപ്പോ മുതല് എനിക്ക് ആകെ ടെൻഷനാ. അവൾ അവനോട് സംസാരിച്ച കാര്യം വേറെ ആരും അറിയണ്ടെന്ന് പ്രമീള ചേച്ചിയോട് അവള് പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? ഇനി അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കോ? എനിക്ക് നീ പറഞ്ഞത് കേട്ടപ്പോ പേടി എന്താന്ന് വെച്ചാ, അവനൊരു വല്ലാത്ത സ്വഭാവമാണ്. മഞ്ചാടി അവൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല. അത് തന്നെ എന്റെ ടെൻഷൻ. തൽക്കാലം നീ കാര്യം ആരോടും പറയണ്ട. നമുക്കിത് നയത്തിലും മഞ്ചാടിയോട് തന്നെ ചോദിച്ചു നോക്കാം. പക്ഷെ വളകാപ്പ് കഴിയുന്നവരെ നീ ഒന്ന് ക്ഷമിക്കണം. പിന്നെ അമ്മാവനോട് അറിയാതെ പോലും ഈ കാര്യം പറഞ്ഞു പോരുത്. ഇല്ല. നമുക്ക് മഞ്ചാടിയുടെ തന്നെ എല്ലാം പതിയെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ പറയും. നീ കിടക്കാൻ നോക്ക്. അനു, എന്താ ഇന്ദ്രേട്ടാ? എന്റെ പേഴ്സ് എടുത്തില്ല. ആ ബെഡിനടിയിലുണ്ടാവും, ഒന്ന് എടുത്തേ. ആ എടുക്കാം. ആ സത്യം, നീ ഓഫീസിലേക്കല്ലേ പോന്നേ? ആ അതെ ഏട്ടാ, ഇന്നലെ നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചേ. ഏട്ടന് പോവാൻ ടൈം ആവുമ്പോ കണ്ണനെ ഏൽപ്പിച്ചിറങ്ങിക്കോ. താമസിയാതെ ഞാൻ അവിടെ എത്തിക്കോളാം. ശരി. ആ സോനി, നീ ഒരു 9 മണിയാകുമ്പോ കുഞ്ഞുമായിട്ട് റെഡിയായി നിന്നോ. ഞാൻ അപ്പോഴേക്ക് എത്തും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടടാ, ഒരുത്തനും എന്റെ മോക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ചേച്ചി, ചേച്ചി എന്താ മോനെ കൊണ്ട് ബാഗൊക്കെ ആയിട്ട്? അല്ല, ഇന്ദ്രേട്ടനെവിടെ? നിങ്ങള് വളകാപ്പ് ചടങ്ങിന് പോയില്ലേ? ഇല്ല ചേരു, പോവാൻ സമ്മതിച്ചില്ല.
സമ്മതിച്ചില്ലെന്നോ? ആര്? ആരായിരിക്കും? അവര് തന്നെ. പതുക്കെ. ആ, നീ എപ്പോഴാ വന്നേ? മക്കളെവിടെ? അവരകത്തുണ്ട് ചേച്ചി, ഉറക്ക. രണ്ടുപേരെയും കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ വളകാപ്പിന് പോവാതിരുന്നല്ലേ? ഏയ്, അതൊന്നുമല്ല. എനിക്കും ചേച്ചിയെ പോലെ തന്നെ വിലക്ക. ചേച്ചിയുടെ ശത്രു അമ്മായിയമ്മയാണെങ്കിൽ എന്റെ ശത്രു സ്വന്തം ഭർത്താവ് തന്നെയാ. അപ്പോ നീ വിനയന്റെ കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നേ? അല്ല, ഇന്ദ്രേട്ടന്റെ വീട്ടിലെ സംഭവത്തിന് ശേഷം വിനയേട്ടൻ വീണ്ടും പഴയ പോലെയായി. ഈശ്വരോ, അത് കാരണം കൊണ്ട് മാത്രം ആള് മാറിയെന്നൊന്നും ഞാൻ പറയില്ല. അത് വിനയേട്ടനൊരു കാരണമാക്കി എടുത്തു എന്നുള്ളതാ സത്യം. മക്കളെ വീണ്ടും കണ്ടുകൂടാതായി. ഞാൻ മക്കളുടെ പിറകെ നടന്ന് അയാളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാ പരാതി. സഹിച്ചു മടുക്കുമ്പോ പ്രതികരിച്ചു പോവും. അപ്പൊ അടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു കാരണമില്ലാതെ കൈവച്ചപ്പോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെ ആയി പോയല്ലോ ചേച്ചി. ഒരുപോലെയാണെന്ന് പറയാനാവില്ല മോളെ. വിനയന്റെ അമ്മ അവിടെ ഇല്ലാതായി പോയതാ നിന്റെ നിർഭാഗ്യം. അവരുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്കും മക്കൾക്കും അവിടുന്ന് വരേണ്ടി വരുമായിരുന്നില്ല. ഒരമ്മയ്ക്ക് മകനെ നിലയ്ക്ക് നിർത്താൻ പറ്റും. ശരിയാ. ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളെ അമ്മ കയ്യിൽ നിന്ന് താഴെ വെക്കാതെ നോക്കുമായിരുന്നു. അതോടെ എന്നെ അടുത്ത് കിട്ടുന്നില്ലെന്നുള്ള വിനേട്ടന്റെ പരാതിയും മാറും. ഇവിടെ നേരെ മറിച്ച മോളെ കാര്യങ്ങള്. അമ്മ അടുത്തില്ലെങ്കിൽ ഇന്ദ്രേട്ടൻ എന്നെ മോനെ പൊന്നുപോലെ നോക്കും. ഇപ്പൊ അനിയത്തിയും കൂടി എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ആര്? സോനയോ? അതെ. ഇന്ന് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അവള് കാരണോ? ശബരി, സദ്യ ഉഗ്രനായിരുന്നു. ഞാൻ വിചാരിച്ചാലും കേമമായി അല്ലേ രഘു? അതെ അതെ. ചടങ്ങ് ഗംഭീരാക്കിയതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. ഇനി അധികം താമസിക്കേണ്ട, പക്ഷേ വീട്ടിലെത്തേണ്ട സമയം കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതല്ലേ? അതെ അതെ. ശബരി, നീ വന്ന്. എന്താ തന്നെട്ടാ? നീ വന്ന ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ അത് പിന്നെ ഇന്ദ്രന്റെ അനുഭവം എന്ത് പണിയായി കാണിച്ചേ? അല്ല, അവർക്ക് ഇവിടെ വരെ ഒന്ന് വന്നു പോവാൻ എന്തെത്ര അസൗകര്യം? ഇത് പറയാനാണോ ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് മാത്രമല്ല, വിനയനും ചിലങ്കയും വന്നില്ലല്ലോ. അതിനെന്താ, ബാലനങ്ങൾ വന്നില്ലേ? അതല്ല ശബരി, ആ വിനയൻ എന്നെ ഫോൺ ചെയ്തിരുന്നു. ചിലങ്കയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമോന്ന് ചോദിച്ചാ വിനയൻ എന്നെ വിളിച്ചത്. അതെ, ഇതൊക്കെ ഇപ്പോഴല്ല സംസാരിക്കേണ്ടത്. ദയ ഇറങ്ങാൻ നിൽക്ക. എനിക്ക് അങ്ങോട്ട് ചെല്ലണം. ധനേട്ടൻ സദ്യ കഴിച്ചോ? ആ, പിന്നെ കഴിച്ചു. ആ, എന്നാ കുറച്ച് സമയം പോയി കിടന്ന് ഉറങ്ങ. ഇവനെന്താ ഇങ്ങനെ? ആ, ശബരി വന്നല്ലോ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ മോളെ? വാ ശബരിയേട്ടാ. വാ. പോയിട്ട് വാ. ശബരിയേട്ടൻ അങ്ങോട്ട് വരില്ലേ? അതൊക്കെ ചോദിക്കുന്ന എന്തിനാ? ശബരി ഉറപ്പായിട്ടും വീട്ടിലേക്ക് വന്നോളൂ. അല്ലേ ശബരി?
ബൈക്കിൽ വന്നോളാം. ആ ശരി. അപ്പോ രാമനാഥ ഇറങ്ങട്ടെ, എത്തിട്ട് വിളിക്കാം. ബാല ഇറങ്ങട്ടെ. ശരി. അപ്പൊ ശരി എല്ലാവരോടും. അധികം ദൂരമൊന്നുമില്ലല്ലോ. ശബരിക്ക് എപ്പോ വേണേലും അങ്ങോട്ടേക്ക് വരാം. എന്നാ ഞാൻ ശരി. ചടങ്ങൊക്കെ നന്നായിട്ട് നടന്നോ അമ്പിളി? ഭംഗിയായി നടന്നു ചേച്ചി. മോളെ ഇങ്ങതാ, ഞാൻ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. എടി നീ പോന്നോടി. മോളെ മോക്ക് കഴിക്കാൻ തരാം കേട്ടോ. ശ്രദ്ധിക്കണേ. ചിരു, ദേ അകത്തേക്ക് കൈപിടിച്ച് കേറ്റുന്നതേ ആരതി എടുത്തോണ്ട് വേണം. എല്ലാരും കേറി വാ, ആരതിയൊക്കെ ഉണ്ടാവും. അനു, നീ ഇവിടെ ഉണ്ടായിരുന്ന മോളെ? അനിയത്തി ഇറക്കിക്കൊണ്ടുവരാൻ വന്നില്ലെങ്കിലും സ്വീകരിക്കാൻ വന്നല്ലോ. ആദ്യം ചടങ്ങ് നടക്കട്ടെ, വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. അമ്മ വരുന്നില്ലേ? ഞാൻ വന്നേക്കാം.